ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നോക്കിയാലോ. ആദ്യം നമ്മൾ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി, കടുകിട്ടു, കരിവേപ്പില ഇട്ടു. പിന്നെ നമ്മൾ തേങ്ങയുടെ കൂടെ ഒരു പച്ചമുളകും ഒരു ഇഞ്ചി കഷ്ണം, കുറച്ച് മല്ലിച്ചപ്പിട്ട് അരച്ചതാണ്. പിന്നെ ഉപ്പ് ഇട്ടു. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വാങ്ങി വെക്കുകയാണ് ചെയ്യുക കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചട്നി ഉണ്ടാക്കാറ് ഇഡ്ഡലിക്കൊക്കെ. നിങ്ങളെങ്ങനെ ഉണ്ടാക്കുമെന്ന് കമൻറ്റ് ചെയ്യണേ. തേങ്ങാ ചട്നി. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇഡ്ഡലി മസാല ദോശ ഉണ്ടാക്കാമെന്ന് കരുതിയത്. അപ്പോൾ ഇനി മസാല ദോശയ്ക്ക് ചട്ടി വെച്ചിട്ടുണ്ട്. മസാല ഉണ്ടാക്കാൻ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഉടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചട്ടിയിൽ എണ്ണ ചൂടായി, കടുക് ഇട്ടു. പിന്നെ ഞാൻ ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും ഒരു സ്പൂണും ഇട്ടിട്ട് അതും പൊട്ടിച്ചെടുക്കുകയാണ്. അതിട്ടങ്ങനെ കടിക്കാനൊരു ടേസ്റ്റാണ്. ഇത് ഞാൻ തന്നെ ഒരു കയ്യിൽ പിടിച്ച് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ആവുന്നത്. അത് ഞാൻ വേറെ സ്ഥലത്തൊക്കെ നോക്കുമ്പോൾ ഷേക്കായി പോകുന്നതാണ്, ക്ഷമിക്കണേ. പിന്നെ വറ്റൽമുളക് ഇട്ടിട്ടാണ് എല്ലാം ഒന്ന് ചുവന്ന് വരുമ്പോൾ കരിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ ഇത് അരിഞ്ഞ് വെച്ച് കരിവേപ്പിലയായിട്ട് അരിഞ്ഞ് വെച്ച പച്ചമുളകും ഉള്ളിയും മല്ലിച്ചപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അധികം വഴണ്ട. എന്നിട്ട് നമ്മൾ നല്ലോണം പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. അതൊന്ന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഉടച്ച് വെച്ച ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുക്കുക. അത് പിന്നെ ക്യാരറ്റ് എൻ്റെ കയ്യിൽ ഒന്നേ ഉള്ളായിരുന്നു, അതുകൊണ്ട് ഒന്നേ ഇട്ടിട്ടുള്ളൂ. രണ്ടെണ്ണം ഇട്ടാൽ ഒന്നുകൂടി കാണാനൊരു ഭംഗിയും ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മസാല ആക്കി കൊടുത്തിട്ട് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് പിന്നെ ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മസാലയും ചട്നിയും റെഡിയായി. ഇഡ്ഡലി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ദോശയും കൂടി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതായിട്ട് വേണം ദോശ ചൂടാൻ വേണ്ടി പാന് വെക്കാൻ. ചട്ടീന്ന് മാറി പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ മസാല റെഡി ആയിട്ടോ. ഇനി നമുക്ക് അടുത്ത് പാന് വെച്ചിട്ടുണ്ട്. പാന് വെച്ചിട്ട് ഇത് വലിയ പാനാണ്. അത് നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലെ വലിയ ദോശ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ദോശ ഉണ്ടാക്കുകയാണ്. മസാല റെഡി ആയല്ലോ. അപ്പോൾ ദോശയൊക്കെ ചുറ്റിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എത്ര നമുക്ക് വേണ്ട വലുപ്പം അതിനനുസരിച്ച് ഉണ്ടാക്കാം. ഞാൻ കുറച്ച് വലുതുണ്ടാക്കിയിട്ടുണ്ട്. ഇതിലും വലുത് വേണേലും ഉണ്ടാക്കാം. അപ്പോൾ ഇതിലേക്ക് നെയ്യ് തൂവി കൊടുത്താൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ വെളിച്ചെണ്ണയാണ് ആക്കിയത്. ഇടയ്ക്ക് നെയ്യ് ആക്കാറുള്ളൂ, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഓയിലോ ആക്കി കൊടുക്കുക. അങ്ങനെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ചട്നി, മസാല ഇഡ്ഡലി, ദോശ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.